Hi, hello, good morning all. So welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th കെമിസ്ട്രി സെക്കൻഡ് ചാപ്റ്റർ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഒരു റിവിഷൻ സെഷൻ ആണ്. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൊത്തം രണ്ട് പാർട്ട് ഉണ്ട് അതിനകത്ത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ മൊത്തം ഗ്യാസ് ലോസിനെ കുറിച്ചും ഗ്യാസിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്യുക. ആൻഡ് ചാപ്റ്ററിന്റെ സെക്കൻഡ് ഹാഫിലാണ് നമ്മൾ മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് വരുന്നത്. അപ്പോൾ മോൾ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് മെയിൻ ആയിട്ട് വരെ ന്യൂമറിക്കൽസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ആണ് വെച്ച് ചോദിക്കാം. അപ്പൊ നമ്മൾ റിവിഷനും അതുപോലെ തന്നെ രണ്ട് പാർട്ടായിട്ട് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഗ്യാസ് ലോസിന്റെ റിവിഷനും അടുത്ത വീഡിയോയിൽ മോൾ കൺസെപ്റ്റിന്റെ റിവിഷനും. മോൾ കൺസെപ്റ്റ് അത്യാവശ്യം നല്ല ഡീറ്റെയിലിൽ പറയേണ്ട ടോപ്പിക്കാണ്. പക്ഷെ നമ്മൾ അതിനകത്ത് കുറച്ച് ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ട്. കുറച്ച് ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏത് ന്യൂമറിക്കലും നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഗ്യാസ് ലോസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ സമയം കളയാനില്ല, ഞാൻ നേരെ ഫസ്റ്റത്തെ ടോപ്പിക്കിലേക്ക് പോകും. ഓക്കെ, സോ ഫസ്റ്റ് ടോപ്പിക്, മെഷറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ്. ഒരു ഗ്യാസിന്റെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മെഷറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ് എന്ന് വിളിക്കുക. അതായത് നമുക്ക് ആ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യാൻ പറ്റും. നമുക്ക് മൊത്തം 4 മെഷറബിൾ പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് ആണ് മെഷറബിൾ പ്രോപ്പർട്ടീസ്. 4 മെഷറബിൾ പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ്. ഇതില് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ 3 പ്രോപ്പർട്ടീസ് ആണ്. ദാറ്റ് ഇസ് വോളിയം, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. നമ്പർ ഓഫ് മോൾസ് ശരിക്കും പറഞ്ഞാൽ മോൾ കൺസെപ്റ്റിൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ട ഒരു ടോപ്പിക് ആണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ മെയിൻ ആയിട്ടും ബാക്കിയുള്ള 3 മെഷറബിൾ പ്രോപ്പർട്ടീസ് ആണ് കാണാനായിട്ട് പോകുന്നത്. അപ്പോ ഫസ്റ്റ് താളം നോക്കാം. സോറി, യെസ്, ഫസ്റ്റത്തെ പ്രോപ്പർട്ടി എന്താണ്? വോളിയം ഓഫ് എ ഗ്യാസ്. നമ്മൾ വോളിയത്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാം വി എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുക. സ്മോൾ ലെറ്റർ വി, അതാണ് വോളിയം. ഓക്കെ, വോളിയത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ലിറ്റർ ആവാം, മില്ലി ലിറ്റർ ആവാം, പിന്നെ സെന്റിമീറ്റർ ക്യൂബ്. ഈ യൂണിറ്റുകളൊക്കെയാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യാറ്. സോ എന്താണ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ് ഇസ് നോൺ ആസ് ഇറ്റ്സ് വോളിയം. അതായത് ഒരു സബ്സ്റ്റൻസിന് ഓക്യുപ്പൈ ചെയ്യാനായിട്ട് വേണ്ട സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അതിന്റെ വോളിയം എന്ന് വിളിക്കുക. ഇപ്പൊ ഗ്യാസിന്റെ വോളിയം ആണെങ്കിൽ ആ എന്താണ് ഗ്യാസിനെ ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ട സ്പേസ്. പക്ഷെ നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയാം, വോളിയം ഓഫ് എ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ വോളിയം ഓഫ് ദ കണ്ടെയ്നർ. ആ ഗ്യാസ് നമ്മൾ എടുത്തിരിക്കുന്ന കണ്ടെയ്നറിന്റെ വോളിയം തന്നെയാണ് ആ ഗ്യാസിന്റെ വോളിയം. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിനെ ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ട സ്പേസ് ആണ് വോളിയം. ഗ്യാസിന്റെ കേസിൽ വോളിയം ഓഫ് ദ ഗ്യാസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? വോളിയം ഓഫ് ദ കണ്ടെയ്നർ തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. Now നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് പ്രഷർ ഓഫ് എ ഗ്യാസ്. അടുത്ത മെഷറബിൾ പ്രോപ്പർട്ടി ആണ് പ്രഷർ. സോ എന്താണ് പ്രഷർ എന്ന് പറഞ്ഞാൽ? ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ. അതായത് യൂണിറ്റ് ഏരിയയിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രഷർ എന്ന് വിളിക്കുക. ക്ലിയർ അല്ലേ? നമ്മൾ ഈ പ്രഷറിനെ ഡിനോട്ട് ചെയ്യുക പി വെച്ചിട്ടാണ്. പി എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രഷറിനെ ഡിനോട്ട് ചെയ്യുക. ഇപ്പോ നമ്മളൊരു റെക്ടാങ്കുലർ സർഫസ് എടുത്തു. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 5 സെന്റിമീറ്റർ ആണ്. ആൻഡ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ മൊത്തം ഏരിയ നമുക്കറിയാം. ഏരിയ എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അല്ലെ? അപ്പൊ ടോട്ടൽ ഏരിയ നമുക്കറിയാം. പിന്നെ ഈ റെക്ടാങ്കുലർ സർഫസിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് സേ അതൊരു 30 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കാം. ഒരു 30 ന്യൂട്ടൺ ആണ് ഈ റെക്ടാങ്കുലർ സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാമല്ലോ. ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. എന്താണ്? ടോട്ടൽ ഫോഴ്സിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? സോ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ 30 ആണ്, ഡിവൈഡഡ് ബൈ ഏരിയ ദാറ്റ് ഈസ് 15. ഓക്കെ, അപ്പോ ടോട്ടൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ, അതാണ് ഇത് പറയുന്നത് ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഈ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? പ്രഷർ ആണ്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടി. എന്താണ്? പ്രഷർ P is equal to ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ്. ഓക്കെ, അപ്പൊ എന്താണ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടി? പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ക്ലിയർ അല്ലേ? Now we are coming to our third measurable property, that is temperature. മൂന്നാമത്തെ മെഷറബിൾ പ്രോപ്പർട്ടി ആണ് ടെമ്പറേച്ചർ.
ടെമ്പറേച്ചറിനെ നമ്മൾ മെയിൻ ആയിട്ടും ഡിനോട്ട് ചെയ്യുക ക്യാപിറ്റൽ ടി വെച്ചിട്ടാണ് ടെമ്പറേച്ചർ കാണിക്കുക. ആൻഡ് SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ വെരി ഇമ്പോർട്ടന്റ് ആണ് കെൽവിൻ. SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഇസ് കെൽവിൻ. ബാക്കി യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ദെൻ ഡിഗ്രി ഫാരൻഹീറ്റ് ഒക്കെ പറയാറുണ്ട്. SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കെൽവിൻ ആണ്. ഓക്കെ, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്യാസിന്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള സബ്സ്റ്റൻസുകളുടെ ആവറേജ് കൈനറ്റിക് എനർജിയാണ്. ഓക്കെ, എന്താണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റൻസ്. അതിനാണ് എന്തെന്ന് വിളിക്കുക? ടെമ്പറേച്ചർ എന്ന് വിളിക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ മൊത്തം 3 മെഷറബിൾ പ്രോപ്പർട്ടീസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. സോ വാട്ട് ഈസ് വോളിയം? വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ്. ഒരു ഗ്യാസിന്റെ കേസിൽ ഇറ്റ് ഇസ് ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ. രണ്ടാമത് കണ്ടതാണ് പ്രഷർ. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ. പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. Then third one, that is temperature. എന്താണ് ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റൻസ്. നമ്മളൊരു സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള മോളിക്യൂൾസിന്റെ ആവറേജ് കൈനറ്റിക് എനർജി ആണ് എന്തെന്ന് പറയുന്നത്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് മെഷറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗ്യാസ്. ഓക്കെ, ഇനി നമുക്കുള്ളത് നമ്മൾ നേരെ ഗ്യാസ് ലോസിലേക്കാണ് വരുന്നത്. ഗ്യാസ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മെഷറബിൾ പ്രോപ്പർട്ടീസ് കണ്ടു. ഈ മെഷറബിൾ പ്രോപ്പർട്ടീസ് തമ്മിലുള്ള ഇന്റർ റിലേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഗ്യാസ് ലോസ് എന്ന് വിളിക്കുക. സോ എന്താണ് ഗ്യാസ് ലോസ്? ഇന്റർ റിലേഷൻസ് ബിറ്റ്വീൻ ദീസ് മെഷറബിൾ പ്രോപ്പർട്ടീസ്. അപ്പൊ അത് ഒന്നെങ്കിൽ പ്രഷർ വോളിയം തമ്മിലാവാം, അല്ലെങ്കിൽ വോളിയം ടെമ്പറേച്ചർ തമ്മിലാവാം, അല്ലെങ്കിൽ വോളിയം നമ്പർ ഓഫ് മോൾസ് തമ്മിലാകാം. ആൻഡ് ഇവർ തമ്മിലുള്ള ഇന്റർ റിലേഷൻസ് ആണ് ഗ്യാസ് ലോസ്. ഓക്കെ, ഒരു റിലേഷനിൽ 2 പ്രോപ്പർട്ടീസ് അല്ലേ ഒരു സമയം വരുള്ളൂ? ഒന്നെങ്കിൽ പ്രഷർ വോളിയം, അല്ലെങ്കിൽ വോളിയം ടെമ്പറേച്ചർ. അങ്ങനെ നമുക്ക് മൊത്തം 4 മെഷറബിൾ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒരു റിലേഷനിൽ 2 പേരെ വരുള്ളൂ. അപ്പൊ ബാക്കി 2 പേര് ബാലൻസ് ഉണ്ടാവല്ലോ. ആ പെർട്ടിക്കുലർ റിലേഷനിൽ അവരെന്തായിരിക്കും? അവർ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിരിക്കും. അത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ വളരെയധികം യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ആണ്. മെഷറബിൾ പ്രോപ്പർട്ടീസ് 4 ഉണ്ട്. അത് ഒരു റിലേഷനിൽ അറ്റ് എ ടൈം നമ്മൾ 2 പേരെയാണ് പറയുള്ളൂ. അപ്പൊ ബാക്കി 2 പേര് എന്താണ്? കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ആണ്. ഓക്കെ, അപ്പൊ സമയം കളയുന്നില്ല. വി ആർ മൂവിങ് ഓൺ ടു അവർ ഫസ്റ്റ് ലോ, ദാറ്റ് ഈസ് ബോയിൽസ് ലോ. ഓക്കെ, ഫസ്റ്റ് ഗ്യാസ് ലോ ആണ് ബോയിൽസ് ലോ. എന്താണ് ബോയിൽസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ഫോർ എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് വോളിയം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് നമ്മുടെ 4 മെഷറബിൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് പ്രഷർ ഉണ്ട്, വോളിയം ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, ആൻഡ് നമ്പർ ഓഫ് മോൾസ്. സോ ഫോർ എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ്, ഫിക്സഡ് മാസ് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് മോൾസിനെയാണ്. ഓക്കെ, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ ആണ് ബോയിൽസ് ലോ. അപ്പൊ ബാക്കിയുള്ള 2 പ്രോപ്പർട്ടീസ്, അതായത് ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസും എന്താണ്? കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ആണ്. Then what is the relation? Pressure is inversely proportional to its volume, P proportional to 1/V. അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടും PV is equal to a constant. ഇതാണ് എന്തെന്ന് പറയുന്നത്? ബോയിൽസ് ലോ എന്ന് പറയുന്നത്. അതായത് പ്രഷർ is inversely proportional to volume അല്ലെ? അതാണ് ബോയിൽസ് ലോ. ബാക്കിയുള്ള 2 മെഷറബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസും. അത് രണ്ടും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വരും? ഫോർ എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ pressure is inversely proportional to its volume. Mathematical equation എങ്ങനെ എഴുതാം? P proportional to 1/V. സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? PV is equal to a constant. PV is equal to a constant എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് വേണമെങ്കിൽ P1 V1 is equal to P2 V2 ഇങ്ങനെ വേണമെങ്കിൽ പറയാം. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബോയിൽസ് ലോനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ കൂടി പറയാനുണ്ട്. എന്താണ് ആപ്ലിക്കേഷൻ? ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. The size of the air bubbles rising from the bottom of an aquarium increases. അതായത് നമ്മൾ ഒരു അക്വേറിയം എടുക്കുക. ആ അക്വേറിയത്തിന്റെ താഴെ നിന്ന് സ്പീക്കറിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. എയർ ബബിൾസ് വരുന്ന അതിന്റെ ഏകദേശം ഒരു രൂപം എങ്ങനെയായിരിക്കും? അതായത് സൈസ് കൂടി കൂടിയായിരിക്കും വരിക. അതിന്റെ കാരണം എന്താ? അക്വേറിയത്തിന്റെ താഴെ ഹൈ പ്രഷർ ആണ് അല്ലെ? അപ്പൊ എന്താണ്? പ്രഷറും വോളിയം ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ്. ഹൈ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വോളിയം വളരെ കുറവായിരിക്കും. വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? അതിന് ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ട സ്പേസ് അല്ലേ? അപ്പൊ സൈസ് കുറവായിരിക്കില്ലേ? ചിലപ്പോൾ മുകളിലേക്ക് വരുന്തോറും എന്ത് സംഭവിക്കും? പ്രഷർ കുറഞ്ഞു വരും. പ്രഷർ കുറഞ്ഞാൽ വോളിയം കൂടും, അതായത് അവരുടെ സൈസ് കൂടും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയാണ് നമുക്ക് എന്തിനെ കുറിച്ച് പറയാനുള്ളത്? ബോയിൽസ് ലോനെ കുറിച്ച് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് പഠിക്കുക, ഇക്വേഷൻ പഠിക്കുക, ആപ്ലിക്കേഷൻ പഠിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്കിനി അടുത്ത ലോയിലേക്ക് പോവാം. നമുക്കിനി 2 ലോസും കൂടിയാണ് പറയാനുള്ളത്. Okay, so next law, that is Charles law.
ചാൾസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഷറബിൾ പ്രോപ്പർട്ടീസിലെ അടുത്ത രണ്ടാൾക്കാർ തമ്മിലുള്ള റിലേഷൻ ആണ്. ചാൾസ് ലോ എന്ന് പറയുന്നത് വോളിയം ടെമ്പറേച്ചർ തമ്മിലുള്ള റിലേഷൻ ആണ് ചാൾസ് ലോ. അപ്പൊ അവിടെയും എന്തായിരിക്കണം, മാസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കണം. ദെൻ പ്രഷർ, ബാക്കിയുള്ള ആള് പ്രഷർ അല്ലേ, പ്രഷർ എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. ക്ലിയർ? അപ്പൊ എന്താണ് ചാൾസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. എന്താണ് റിലേഷൻ നോക്കൂ, വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതായത് വോളിയം എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അതാണ് ചാൾസ് ലോ. ഫോർ എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. നമുക്ക് എങ്ങനെ എഴുതാം, V proportional to T, direct proportion. On solving, you will get it as V by T is equal to a constant. V by T എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അതായത് നമ്മൾ ഏതൊരു സമയത്തെ വോളിയം ടെമ്പറേച്ചർ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, സെയിം വാല്യൂ ആയിരിക്കും. അപ്പൊ അതിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം, V1 by T1 is equal to V2 by T2 എന്ന് വേണമെങ്കിൽ എഴുതാം. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിന്റെ കാര്യങ്ങൾ പറയാനുള്ളത്. ആൻഡ് വൺ മോർ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ ഇങ്ങനെയാണ്, എന്താണ്, ഒരു ഊതി വീർപ്പിച്ച ബലൂൺ നമ്മൾ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് പൊട്ടും. അതാണ് ചോദ്യം, സോറി, അതാണ് അതിന്റെ ആപ്ലിക്കേഷൻ. അതിന്റെ റീസൺ എന്താ, റീസൺ പറയാ സിമ്പിൾ ആണ്. അതായത് നമ്മൾ എന്താണ്, സൺലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹൈ ടെമ്പറേച്ചർ ആണ് അല്ലെ. ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് സംഭവിക്കും, വോളിയം കൂടും. അപ്പൊ അതിനകത്തുള്ള മോളിക്യൂൾസിന് ഓക്യുപ്പൈ ചെയ്യാൻ എന്ത് വേണം, മോർ സ്പേസ് വേണം. അങ്ങനെ ആ ബലൂൺ പൊട്ടും. അപ്പൊ അതാണ് അതിന്റെ ആപ്ലിക്കേഷൻ. എന്താണ്, an inflated balloon kept in sunlight will burst. ക്ലിയർ അല്ലേ? അപ്പൊ ചാൾസ് ലോ V proportional to T. ഓക്കെ, അല്ലെങ്കിൽ V by T is equal to a constant. ആപ്ലിക്കേഷൻ ക്ലിയർ? സ്റ്റേറ്റ്മെന്റ് നോക്കുക. അപ്പൊ ഇത്രയാണ് നമുക്ക് ചാൾസ് ലോ പറയാനുള്ളത്. Now we are moving on to our last gas law, that is Avogadro's law. Avogadro's lawയിൽ നമുക്ക് ആകെ അതിന്റെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ, മെഷറബിൾ പ്രോപ്പർട്ടീസ് ആരൊക്കെയായിരുന്നോ, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ്. ഇത് വോളിയം, നമ്പർ ഓഫ് മോൾസ് തമ്മിലുള്ള റിലേഷൻ ആണ് അവോഗാഡ്രോസ് ലോ. അപ്പൊ എന്താണ്, പ്രഷറും അതുപോലെ തന്നെ ടെമ്പറേച്ചറും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. നോക്കിയേ, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്താണ്, വോളിയം ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. സിമ്പിൾ അല്ലേ? വോളിയം എന്ന് പറയുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എങ്ങനെയാണ് നമുക്കത് ഓർത്ത് വയ്ക്കാൻ പറ്റുക, അതായത് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള മോളിക്യൂൾസിന് ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ട സ്പേസ് ആണ്. കൂടുതൽ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ഓക്യുപ്പൈ ചെയ്യാൻ കൂടുതൽ സ്പേസ് വേണം, അതായത് വോളിയം കൂടും. നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറവാണെങ്കിൽ അവർക്ക് ഓക്യുപ്പൈ ചെയ്യാൻ കുറവ് സ്പേസ് മതി, അപ്പോൾ വോളിയം കുറയും. ഓക്കെ, അപ്പൊ വളരെ എളുപ്പമുള്ള ഒരു ലോ ആയിരുന്നു. അപ്പൊ അതാണ് അവോഗാഡ്രോസ് ലോ. അപ്പൊ മെയിൻ ആയിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തത് 3 ലോസ് ആണ്. ഏതൊക്കെയായിരുന്നു, ചാൾസ് ലോ, ബോയിൽസ് ലോ ആൻഡ് അവോഗാഡ്രോസ് ലോ. ഓക്കെ, അപ്പോ അത്രയാണ് നമുക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്, ഗ്യാസ് ലോസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ വരുന്നത് മോൾ കൺസെപ്റ്റ് ആണ്. അതൊരു പുതിയ ടോപ്പിക് ആണ്. ഓക്കെ, അപ്പൊ അത് നമുക്കിനി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇനി ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ ഈ ചാപ്റ്ററിന്റെ നെക്സ്റ്റ് പോർഷൻ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, സി യു ആൾ.